നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 15 പേർക്ക് വധശിക്ഷ കിട്ടിയതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച, അടുപ്പുകൂട്ടി ചർച്ച, അതിൻ്റെ തമ്പുലൈനാണ് ആലപ്പുഴയിലെ ഇരട്ട നീതി എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ വീഡിയോയിൽ ഉടനീളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അപൂർവ കൊലപാതകമൊന്നുമല്ല, ഇത് ഇരട്ട നീതിയാണ് എന്നങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വർഗീയ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ഫ്രണ്ടും സുഡാപ്പികളും സകല തീവ്ര ചിന്താഗതിക്കാരും നിറഞ്ഞാടുകയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിയെ വരെ തെറി വിളിക്കുന്ന ആളുകൾ തോന്നിയതുപോലെ വർഗീയത ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ജഡ്ജിയുടെ പേരൊക്കെ വിളിച്ചിട്ട് ഞെട്ടിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതവർക്ക് പുത്തരിയൊന്നുമല്ല, അതവരങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ പറയുന്നത് അപൂർവമല്ല, അത്യപൂർവമായിട്ടുള്ളൊരു കേസല്ല എന്ന. എങ്ങനെയാണടോ യാതൊരു ഉളുപ്പുമില്ലാതെ ഇതുപോലെ കള്ളത്തരം പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത്? ഇതെങ്ങനെയാ അപൂർവമല്ലാതിരിക്കുക? ഇത് പകരത്തിന് പകരമായിട്ട് നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ? ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഈ സംഘടനകളുമായിട്ട് യാതൊരു കുലബന്ധം പോലുമില്ല, ഒരു ബന്ധമില്ല. ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു സംഘടനത്തിനും ഇറക്കിയിട്ടില്ല. തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരൊറ്റ തെറ്റ് ആണ് ഇവർ ചെയ്തത് എന്നാണ് ഈ കൊലപാതകികൾ പറയുന്നത്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗത്വമുണ്ട് എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തുക. എങ്ങനെയാ വെട്ടിക്കൊലപ്പെടുത്തുന്നത്? തലക്കടിച്ചുകൊണ്ട്. അത് ആരുടെ മുന്നിൽ നിന്നാ? തൻ്റെ സ്വന്തം അമ്മയെ നിലത്ത് കിടത്തിയിട്ട് അതിൽ നെഞ്ചത്ത് ചവിട്ടി പിടിച്ചിട്ടാണ് ഞാഞ്ഞ് തൻ്റെ, അതായത് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആഞ്ഞ് തലക്കടിക്കുന്നത്. അതേപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പെൺമക്കളായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് തലക്കാഞ്ഞടിച്ച് വെട്ടിക്കൊല്ലപ്പെടുത്തുന്നത്. ഈ പെൺകുട്ടികളുടെയൊക്കെ ജീവിതാവസാനം വരെ തൻ്റെ അച്ഛനെ വെട്ടിക്കൊന്നത് മനസ്സിൽ നിരന്തരം വരില്ലേ? അതും ഒരു സ്വന്തം വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അത് അപൂർവമല്ല എന്ന് യാതൊരു ഉളുപ്പുമില്ലാത്ത അടുപ്പ് കൂട്ടി ചർച്ചക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതൊന്നും അപൂർവമല്ല എന്ന്. ഇതൊക്കെ ഏതെങ്കിലും സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ ഇവനൊക്കെ ബോധം വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ഇരട്ട നീതിയാണ് എന്നുള്ളത്. അതിലെയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് കേരള പോലീസാണ് ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലെ DYSP ഉദ്യോഗസ്ഥനൊക്കെ വളരെ മികവുറ്റ രീതിയിൽ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോസിക്യൂട്ടറൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കേസിൽ ആത്മാർത്ഥത കാണിച്ചു. ഇതിന് കുടുംബം അതേപോലെ തന്നെ ഒപ്പം നിന്നു, ഇവരുടെ സംഘടന ഒപ്പം നിന്നു, വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയി ആ കേസ്. അതേസമയം ഈ SDPIക്കാരൻ്റെ ഇരട്ട നീതി എന്ന് പറയുന്ന ഈ SDPIക്കാരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ ഒരു വ്യക്തിയുടെ പിതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും ആ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട്. അതായത് തൻ്റെ മകൻ്റെ കേസിൽ SDPIക്കാർക്ക് പോലും താല്പര്യമില്ല എന്ന്. അതേപോലെ തന്നെ നമ്മുടെ കേരള സർക്കാർ ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം SDPIക്കാർ മറ്റൊരു പ്രോസിക്യൂട്ടർ അങ്ങനെ സമയം നീട്ടിക്കൊണ്ടു പോവുക. പിന്നെ ഇതൊക്കെ എന്തിനാണ് ഈ സുഡാപ്പികളൊക്കെ ചെയ്യുന്നത് എന്നും വളരെ ലളിതമാണ്. അതായത് കൃത്യമായിട്ടൊരു ഭാഗത്ത് പോലീസും പ്രോസിക്യൂട്ടറും അവരുടെ കുടുംബമൊക്കെ ഒരുമിച്ച് നിന്നൊരു കേസ് മുന്നോട്ട് പോകുമ്പോൾ വിധി പെട്ടെന്ന് വരും. സ്വാഭാവികമായിട്ടും സുഡാപ്പികളൊക്കെ ഇതിനോട് അനുകൂലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിന് വിധി വരില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വിധി വരുന്ന സമയത്ത് ഇവിടെ ഇരട്ട നീതിയാണോ എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് അതിൻ്റെ വർഗീയ വിഷം തുപ്പാൻ തന്നെ കാത്തിരുന്നതാണ് മനഃപൂർവ്വം. എന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ ഇതൊക്കെ തിരിച്ചറിയുന്ന മീഡിയ വണ്ണിലുള്ള ആളുകൾ നിരന്തരം വർഗീയ വിഷം തുപ്പുന്നു. അത് ഏറ്റെടുക്കാൻ കുറേ വർഗീയ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള കുറേ
വിഷയങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരിയുള്ള കമൻറ്റുകളൊക്കെ നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് നമ്മുടെ ജഡ്ജിയെ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് എടുത്ത് തന്നെ പറയുകയാണ്, നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്ന സമയത്ത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് സമാധാനത്തോട് കൂടിയിട്ട് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും തന്നെ ഓർക്കണം.